ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് മോർണിംഗ് ഞാൻ എണീറ്റിങ്ങനെ കലണ്ടറിൽ നോക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് എന്താ പറയുക, ജൂൺ കഴിയാൻ പോവാണ്. ജൂൺ കഴിയാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൻ്റെ പകുതി കഴിയാൻ പോവാണ്. എന്നെക്കൊണ്ടത് പെട്ടെന്ന് എന്താ പറയുക, അതെനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തോന്നുന്നു. കാരണം എന്താ പറയുക, ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ പോലെയുണ്ട്. ഇത്രയും പെട്ടെന്ന് ഒരു ഇയറിൻ്റെ പകുതി കഴിഞ്ഞു പോയിന്ന കാര്യം തീരെ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വലി എല്ലാ ഫംഗ്ഷൻസും സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മയിൽ വന്നു. എന്താ പറയുക, ഓരോ ഒക്കേഷൻസും നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത കാര്യം, ഇവിടുത്തെ എല്ലാവരുടെയും ബർത്ത്ഡേയ്സും എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞതുപോലെ തന്നെ തോന്നും. വിഷു ആയാലും പിന്നെ അല്ലാതെ എന്താ പറയുക, നോമ്പിൻ്റെയൊക്കെ സമയം പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നുന്നു. ഒരുപാട് സമയമായതുപോലെ ഒരു ഫീൽ തോന്നില്ല, ഇപ്പോൾ കഴിഞ്ഞു പോയതുപോലെ. ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പൈങ്കിളി മൂവി ഉണ്ടല്ലോ, ആ മൂവിയിലെ സോങ്ങിനെ വെച്ചിട്ടൊരു റീൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ അതിപ്പോൾ ഇറങ്ങിയ മൂവി എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആ മൂവി റിലീസായത് തന്നെ വാലന്റൈൻസ് ഡേയുടെ അന്നാണ്. February 14th ആ മൂവി റിലീസ് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 4-5 months ആയില്ലേ. പക്ഷെ അതും ഇപ്പോൾ കഴിഞ്ഞ പോലെ ഉണ്ട്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ചുമ്മാ വീട്ടിലിരിക്കുന്നത് വലിയ താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഔട്ടിങ്സ് ഒക്കെ പോയി അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും പോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഇപ്പോൾ നടന്നതുപോലെ തോന്നുള്ളൂ. ഹാഫ് ഓഫ് ദി ഇയർ പോയതുപോലെ ഫീലേ തോന്നില്ല. ടുഡേ വാസ് ക്വൈറ്റ് സർപ്രൈസ്ഡ്. കാരണം അതിങ്ങനെ കലണ്ടറിൽ ഇങ്ങനെ നോക്കുമ്പോൾ, കലണ്ടർ നമ്മൾ ഈ മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മളത് ടേൺ ചെയ്യുമല്ലോ, അതിൻ്റെ പേജസ്. അങ്ങനെ ടേൺ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോഴാണ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, ഈ ഒരു ഹാഫ് ഓഫ് ദി ഇയർ പോയോ എന്ന മാതിരി ഒരു ഫീലാണ്. പിന്നെ ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കും. അതായത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത്, എനിക്ക് പെട്ടെന്നൊരു ദിവസം എണീറ്റപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നി, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തല്ലോ വെച്ചിട്ട്. വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, ജസ്റ്റ് എന്താ പറയുക, ഒരു ഷോർട്സ് എടുത്ത് ഇട്ട് അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്താ പറയുക, പ്ലാൻ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ ചില കാൽക്കുലേഷൻസ് കാണില്ലേ, ചില ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യില്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ വിചാരിച്ചു കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് ഡയറ്റിൻ്റെ കാര്യം, അതൊന്ന് നോക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ വർക്കൗട്ടിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യണം. ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന പേഴ്സണാണ്. വർക്കൗട്ട് എന്തായാലും കറക്റ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഡയറ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച മെലിയാൻ വേണ്ടിയിട്ടെന്നുള്ള ഡയറ്റൊന്നുമല്ല, അല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ ഇപ്പോഴും എന്താ പറയുക, അതിലൊന്നും ഒരു മാറ്റവും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. സാധാ പോലെ തന്നെ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ അത്യാവശ്യം കഴിക്കലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവമൊന്നും മാറ്റാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ കുറേ ഡയറ്റിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്ക്ലി എന്താ പറയുക, ജ്യൂസൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച് അങ്ങനെ കുടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പ്ലാൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഡെയിലി ഒരു ഫ്രൂട്ട് കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല. ഡെയിലി നന്നായിട്ട് ഒരു ഫ്രൂട്ടൊക്കെ ഡെയിലി കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പ്ലാൻസൊക്കെ ഉണ്ടാക്കി. ഒന്നും വർക്കൗട്ട് ചെയ്യിച്ചിട്ടില്ല ഇതിൻ്റെ ഇടയിൽ. ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ വർക്കൗട്ട് നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ വർക്കൗട്ടിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഞാൻ ഉഴപ്പി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് വെക്കണം, എല്ലാ കാര്യവും കറക്റ്റായിട്ട് ചെയ്യണം, കുറച്ച് സേവ് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചു. ഇപ്പോഴും അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ പറയത്തക്ക വിധത്തിലുള്ള ബാലൻസ് ഒന്നുമില്ല. അതിലും ചേഞ്ചസ് ഒന്നും വന്നില്ല ഈ 6 months. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വിചാരിച്ച കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ എന്താ, ഡെയിലി മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്നത് പ്ലാൻ ചെയ്തു. അത് കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ പുറത്തിറങ്ങുമ്പോഴൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെയൊന്നും യൂസ് ചെയ്യലൊന്നുമില്ല. സൺസ്ക്രീൻ കയ്യിൽ കരുതലുണ്ട്, പക്ഷേ ഞാൻ ഡെയിലി യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു മടിയാണെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഒന്നും യൂസ് ചെയ്യലൊന്നുമില്ല. ട്രൈ ചെയ്യലുണ്ട്, പക്ഷെ മറന്നു പോകും. അതും ഒരു ചേഞ്ച് ആയിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ കുറേ പ്ലേസസ് ഇങ്ങനെ മൈൻഡിൽ വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ പോകണം, ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ മാജിക് പ്ലാനറ്റ് ഒക്കെ പോലെ കുറച്ച് പ്ലേസസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും പോയിട്ടില്ല. പക്ഷേ കംപ്ലീറ്റ്ലി പോയിട്ടില്ല എന്നല്ല, കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ആ ലിസ്റ്റ് ഏകദേശം ഹാഫെങ്കിലും കവറായോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ജേർണൽ മേടിച്ചു, കാണിച്ചു തരാം.
ഇതാണ് ആ ജേർണൽ എന്ന് പറയുന്നത്. ഈ പ്ലാനറിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാ മന്തും ഡെയിലി ഉള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഡെയിലി നമുക്കിത് എന്താ പറയുക, ഡയറി പോലെ നമുക്കിത് ഫില്ല് ചെയ്യാം. എന്ന് നടന്ന സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ ഒരു അടിപൊളി ജേർണലാണ്. ജാനുവരിയിലൊക്കെ ഞാൻ ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ് ഇതാണ് ജൂൺ. നോക്കിക്കേ, ഇവിടെ ഒന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയുക, എഴുതുന്നില്ല. ബ്ലാങ്കാണ്, പലയിടത്തും ബ്ലാങ്കാണ് ഈ ബുക്കിൻ്റെ. അവിടെ ഇവിടെയൊക്കെ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് എടുത്തെഴുതും, പിന്നെ എഴുതത്തില്ല. ആദ്യത്തെ മാസം ഇത് വർക്കൗട്ട് ചെയ്യിക്കാൻ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടു. പിന്നെ ആയപ്പോഴത്തേക്കും അത് മറന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായില്ലേ, അതിൻ്റെയൊക്കെ പുറകെ പോയി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ജേർണലും ഫില്ലല്ല. പിന്നെ ഇത് നോക്കി, ഇത് ഇങ്ങനെ ടു ഡു ലിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ചെയ്യാനായിട്ട് ഈ ഇയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച കാര്യം 1 or 2 ടിക്കല്ലാതെ അതിൽ വേറെ ഒരു ടിക്കും വന്നിട്ടില്ല. അതും അവിടെ ഫുൾ പെൻഡിങ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഇയറിൻ്റെ പകുതി കഴിയാൻ പോയി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിതും കിട്ടത്തില്ല. ബിക്കോസ് ടു ഡു ലിസ്റ്റ് ഈ ഇയർ എൻ്റെ ഇടയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഇയറിൻ്റെ പകുതി കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അത് തന്നെ എനിക്ക് എന്താ പറയുക, ഓ മൈ ഗോഡ്, ഇത്രയും പെട്ടെന്ന് പകുതി കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇത്രയും സമയത്തിനുള്ളിലാണ് ഞാൻ ഈ ലിസ്റ്റ് ഫിനിഷ് ചെയ്യാൻ. പിന്നെ ഞാൻ ഈ ഇയർ തുടങ്ങിയപ്പോൾ ഞാൻ ബുക്ക് മേടിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് 2-3 ബുക്സ് മേടിച്ചു. ആ 2-3 ബുക്സ് എങ്ങനെ മേടിച്ചോ അതുപോലെ തന്നെ ഉണ്ട്. അതിലൊരു 2-3 പേജസ് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊഴികെ അതും ഒരു ബുക്കിൻ്റെ. ബാക്കി ബുക്സ് അതേപടി അങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയർ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ, ആൻഡ് അത് എന്താ പറയുക, കുറച്ച് ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെയായിരിക്കും. ഒഴികെ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതല്ലാതെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. അതൊരിക്കലും പ്ലാൻ ചെയ്ത് ചെയ്യല്ല. ഞാൻ പ്ലാൻ ചെയ്യാതെ പല കാര്യങ്ങളും ചെയ്യലുണ്ട്. എന്തെങ്കിലും തോന്നുമ്പോഴത്തേക്കും ഞാൻ അപ്പോൾ വർക്കൗട്ട് ചെയ്യിക്കാറുണ്ട് അത് സെറ്റാക്കാൻ വേണ്ടി. പലതും എനിക്ക് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ എനിക്ക് വർക്ക് ആവലുള്ളൂ. ഇല്ലാതെ ഞാനിങ്ങനെ പിന്നെ ചെയ്യാം, ഇത് 2 ദിവസത്തെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ മിക്കതും എനിക്ക് നടക്കലുമില്ല. പിന്നെ ഈ വർഷം തുടങ്ങുമ്പോൾ വേറെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഹിന്ദി പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് തുടങ്ങി, പക്ഷേ അതും പഠിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയോ, എൻ്റെ 90% സമയം കൊണ്ടുപോകുന്നത് ഇൻസ്റ്റാഗ്രാം റീലാണെന്നാണ് തോന്നുന്നത്. കാരണം ചുമ്മാ ഇരിക്കുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഫോൺ കയ്യിലിരിക്കുമ്പോൾ ജസ്റ്റ് ഇൻസ്റ്റ അങ്ങ് തുറക്കും. ഇൻസ്റ്റ ഓപ്പൺ ചെയ്തിട്ട് അതിലെ റീൽസ് ഇങ്ങനെ കാണും. കണ്ട് സമയം എങ്ങനെയാണ് പോകാമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ നല്ല രീതിയിൽ ടൈം പോകും. ഇൻസ്റ്റാഗ്രാമാണ് എൻ്റെ സ്റ്റോറിയുടെ വില്ലൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഇൻസ്റ്റ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമാണ് എൻ്റെ മെജോറിറ്റി ടൈം കൊണ്ടുപോകുന്നത്. ഞാൻ ശരിക്കും ഭയങ്കര അഡിക്റ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് ഇൻസ്റ്റ ഇല്ലാതെ ഇരിക്കാനും പറ്റില്ല. എനിക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് തിങ്ക് ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ട് എന്ത് ചെയ്യാനാണല്ലേ, അതെന്തായാലും കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ടൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഉള്ള സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാമെന്ന്. ഇനി ഒരു 6 months കൂടെ ബാക്കിയുണ്ട്. പക്ഷെ ആ 6 months കൊണ്ടിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഐ ട്രൈ മൈ ബെസ്റ്റ്, മാക്സിമം ചെയ്ത് തീർക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എന്നെക്കൊണ്ട് ഈ 6 months കൊണ്ടിട്ട് ബാക്കി ഞാൻ ഈ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കും അറിയില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺ ഫോർ സീസൺ 2. സോ ഇന്ന് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എന്താ പറയുക, ഈ ഇയർ ഹാഫ് കഴിഞ്ഞു പോയിന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തും കൂടെ എൻ്റെ ഫീലിംഗ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത് ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.